സ്നേഹമുള്ളവരെ, പരിശുദ്ധ സുവിശേഷം, ലൂക്കാ സുവിശേഷം 4-ാം അധ്യായം 42-ാം വാക്യം. പ്രഭാതമായപ്പോൾ അവൻ ഒരു വിജന സ്ഥലത്തേക്ക് പോയി, ജനക്കൂട്ടം അവനെ അന്വേഷിച്ച് ചെന്നു. പ്രഭാതമായപ്പോൾ യേശുദാൻ ഒരു വിജന സ്ഥലത്തേക്ക് പോവുകയാണ്. അവൻ്റെ പ്രസംഗ യാത്രയാണ്. അവൻ പ്രഭാതത്തിൽ അനേകർക്ക് സുവിശേഷം പറഞ്ഞ് അനുഗ്രഹം നൽകി പോവുകയാണ്. എന്നാൽ ഒരു പ്രഭാതം പൊട്ടിപ്പുറപ്പെടുമ്പോൾ അവൻ തേടുന്നത് ഒരു വിജന സ്ഥലമാണ്. ഒറ്റയ്ക്കിരിക്കാനുള്ള ഇടം യേശുദാൻ തേടുകയാണ്. മനുഷ്യർ നോക്കുമ്പോൾ അത്ഭുതങ്ങൾ നടത്തുന്ന യേശു, മനുഷ്യർ നോക്കുമ്പോൾ അത്ഭുതത്തിൻ്റെ രൂപമായ യേശു, അവനിൽ നിന്ന് ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നു. അവൻ പ്രസംഗിക്കുന്നു, തൊടുന്നതൊക്കെ അത്ഭുതങ്ങളാണ്, സൗഖ്യമാണ്. എന്നാൽ ഇതെവിടെ നിന്ന് എന്ന് നോക്കുമ്പോൾ ഇവനൊരു ബന്ധമുണ്ട്. ഒറ്റയ്ക്കിരുന്ന് അവൻ പിതാവുമായി ആഴപ്പെടുന്നു എന്നുള്ളതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ അത്ഭുതങ്ങൾ. സ്നേഹമുള്ളവരെ, വിജനസ്ഥലം ദൈവവുമായി ഒരുമിച്ചിരിക്കാനുള്ള സമയം, സ്ഥലം യേശുദാൻ തേടുന്നു എന്നുള്ളതാണ്. മനുഷ്യനായ യേശുക്രിസ്തു പിതാവുമായുള്ള ബന്ധത്തിൽ ആഴപ്പെടുന്നു എന്നുള്ളതാണ്. ഈ നോമ്പ് അനുഭവത്തിലൂടെ പോകുമ്പോൾ സ്നേഹമുള്ള ദൈവത്തിലെ, നിന്നിൽ ഈ ഒരു സ്വഭാവം രൂപപ്പെടണ്ടേ? പിതാവുമായി, ദൈവവുമായി ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സമയം. പലതിനോടും കൂടെ ഇരിക്കാൻ, പലരോടും കൂടെ ഇരിക്കാൻ ലോകം നമ്മളെ നിർബന്ധിക്കുമ്പോൾ, ലോകത്തിൻ്റെ ഉടയവൻ്റെ കൂടെ ഇരിക്കാൻ നിനക്ക് സമയമില്ല, സമയം തികയുന്നില്ല. 24 മണിക്കൂർ ഉണ്ടായിട്ടും ഈ 24 നമുക്ക് സഹോദരങ്ങളുമായി, കൂടപ്പിറപ്പുകളുമായി, നമ്മുടെ ബന്ധങ്ങളുമായി, സുഹൃത്തുക്കളുമായി ഇരിക്കാൻ നമുക്ക് തികയുന്നില്ല. ഇനി നീ എപ്പോഴാണ് ദൈവവുമായി ഇരിക്കുക? ഈ മണിക്കൂറിൽ, ഈ 24 മണിക്കൂറിൽ ഒരിടത്ത് പോലും നിനക്ക് ഈശോയുമായി ഇരിക്കുന്നതിൻ്റെ കഥ പറയാനില്ലെങ്കിൽ, സ്നേഹമുള്ളവരെ, മണിക്കൂറുകൾ പാഴാകുന്നു, ദിവസങ്ങൾ പാഴാകുന്നു, മാസങ്ങൾ പാഴാകുന്നു, ജീവിതം തന്നെ അവസാനം പാഴായിപ്പോകും. അനുഗ്രഹമാവട്ടെ നമ്മുടെ ജീവിതം. അവനുമായി ഒരല്പസമയം ഈ ജീവിതയാത്രയിൽ സമയം അവനോടൊപ്പം ഇരിക്കാൻ കണ്ടെത്തണമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ദിവസങ്ങളും ജീവിതവും അനുഗ്രഹമായി തീരും. ആമേൻ.